ഇസ്രായേലിന് നേരെ ഇറാൻ പുതിയ ആയുധങ്ങൾ പുറത്തെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അറാസ് 2 എന്നറിയപ്പെടുന്ന ഡ്രോണാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമതലങ്ങളിൽ അത് കീഴടക്കി എന്ന വാർത്ത വരുന്നു. അതായത് പ്രതിരോധമില്ലാതെ ഇസ്രായേലിന്റെ മുകളിലൂടെ അറാസ് 2 എന്നറിയപ്പെടുന്ന ഇറാന്റെ ഡ്രോണുകൾ പറന്നു എന്നതാണ് പ്രസക്തമായ കാര്യം. അത് ലക്ഷ്യത്തെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യം ഇപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്. 2000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിവുള്ളതാണ് അറാസ് 2 എന്നറിയപ്പെടുന്ന ഇറാന്റെ ഡ്രോണ്. ഈ ഡ്രോണ് വളരെ ശക്തമായ എക്സ്പ്ലോഷൻ നടത്താൻ സാധിക്കുന്ന വലിയ വാർഹെഡുകൾ വഹിക്കുന്ന ഡ്രോണാണ് എന്നതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്നാൽ ആ ഡ്രോണുകൾക്ക് ഇസ്രായേലിന് മുകളിൽ പറക്കുവാനും ആക്രമിക്കാനും സാധിച്ചു എന്നത് ഇന്ന് ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ അറാസിനെ കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചതാണ് എന്നാണ്. എന്നാൽ ആ കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി ഒരു വലിയ രൂപത്തിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് കൂടെ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. അതേസമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്ത് ഇറാന് നേരെയുള്ള തിരിച്ചടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇറാൻ അവരുടെ എയർപോർട്ട് തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. പക്ഷെ ആ എയർപോർട്ടിന്റെ പൂർണ്ണമായ വീഡിയോ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, നെതൻസിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ റിയാക്ടറുകൾ, ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങളെ തകർക്കാനോ തരിപ്പണമാക്കാനോ ഒന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്.